പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് നമസ്കാരം. ശ്രീധര മേനോൻ മഹാഭാരതത്തിലെ ധർമ്മപുത്രരെ പോലെയാണ്. ധർമ്മം വിട്ടൊന്നും അദ്ദേഹം ചെയ്യില്ല. രാജിയെ സ്വന്തം മകളേക്കാൾ സ്നേഹിക്കുന്നുണ്ട്. രാജി ആത്മഹത്യക്ക് ശ്രമിച്ചു ഹോസ്പിറ്റലിലാണെന്ന് ഫോൺ വരുമ്പോൾ അവിടെ എത്തുന്നത് ശ്രീധര മേനോനാണ്. അവിടെ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ ഉള്ളിലിരുന്നിങ്ങനെ വിങ്ങുകയായിരുന്നു അദ്ദേഹത്തിന്. ഒടുവിൽ ഉണ്ണിയോടത് പറഞ്ഞു പോകുന്നു ശ്രീധര മേനോൻ. അദ്ദേഹത്തിനു മാത്രമല്ല, ഡോക്ടർ കുറുപ്പിനും വേലുണ്ണിക്കുറുപ്പിനും ഇഞ്ചെ ഗാഫർക്കും കരുണനും ഒക്കെ ഭാരമിറക്കി വെക്കാനുള്ള അത്താണിയാണ് എല്ലാവരുടെയും വിശ്വാസപാത്രമായ കൃഷ്ണനുണ്ണി. നമുക്ക് വായിക്കാം 3-ാം ഭാഗം. ഊണ് കഴിഞ്ഞ് ന്യൂസ് പേപ്പർ വിസ്തരിച്ച് വായിക്കാനിരുന്നപ്പോൾ പ്രിയ തുള്ളിച്ചാടിയെത്തി. ഡാഡി, രാജി ചേച്ചി ഫേമസ് ഫിലിം സ്റ്റാർ അല്ലേ? ഉണ്ണി പത്രം മടിയിൽ വെച്ചു കറുത്ത പിടിയുള്ള കണ്ണടയുടെ മീതെ മകളെ സൂക്ഷിച്ചൊന്നു നോക്കി. പെട്ടെന്നിങ്ങനെ ചോദിക്കാൻ, അതെ, തമിഴ് ഫിലിമില്. അപ്പോ പ്രിയ മൂക്ക് ചൊളിച്ച് മുഖം കൊണ്ട് ഗോഷ്ടി കാണിച്ച് തല ചൊറിഞ്ഞു. എന്താ? അപ്പൊ രാജി ചേച്ചിക്ക് ഡാൻസ് ഒക്കെ അറിയില്ലേ? നല്ലോണം. കുട്ടിയുടെ മനസ്സിൽ എന്തോ ഉണ്ട്. നല്ലോണം അറിയാം. ബട്ട് പ്രിയ പിന്നെയും മൂക്ക് ചുളിച്ചു. ഐ ഡോണ്ട് നോ. എന്ത്? ഞാനൊന്ന് ചോദിക്കട്ടെ? ചോദിച്ചോ. ചോദിച്ചാൽ വിൽ രാജി ചേച്ചി ഹെൽപ്പ്? എന്ത് ഹെൽപ്പ്? ഡാഡിക്ക് ഇനിയും മനസ്സിലായില്ലേ? ഇല്ല, നീ എന്താ പറയണത്? ഞാൻ ലാസ്റ്റ് വീക്കിൽ പറഞ്ഞില്ലേ, നീ ഒരു ദിവസം 100 കാര്യം പറയും. ഏതാന്ന് വെച്ചിട്ടാ? ഡാൻസിങ് എന്ന് ഞാൻ ആദ്യ ഹിന്റ് തന്നില്ലേ? ഓ അതോ, ഡാൻസിങ്ങിന് നിന്നെ ഹെൽപ്പ് ചെയ്യാനോ? യെസ്. അതിന് രാജി ചേച്ചി എന്തിനാ? സുശീല ടീച്ചർ പോരെ? ബട്ട് രാജി ചേച്ചി ഈസ് ബെറ്റർ. വാട്ട്? പ്രിയ കുറെ കൂടി ചേർന്ന് നിന്നു. ഫേമസ് സ്റ്റാർ അല്ലേ? അതൊക്കെ ശരിയാണ്. ഉണ്ണി പുഞ്ചിരി തൂക്കി. പക്ഷെ ഡാൻസ് ടീച്ചർ അല്ലല്ലോ. രാജി ചേച്ചി പഠിപ്പിക്കുന്നു തോന്നണില്ല. പഠിപ്പിക്കണ്ട, ഹെൽപ്പ് ചെയ്താൽ മതി. രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഹെൽപ്പ് ലാ. ഉണ്ണി ചിരി. ഡാഡി പറഞ്ഞ രാജി ചേച്ചി ഹെൽപ്പ് ചെയ്യും. പ്രിയ മടിയിൽ കൈമുട്ടുകൾ ഊന്നി. പറയോ? ഞാനോ? ഉണ്ണി മകളുടെ മുടി തലോടി. ഞാൻ പറയില്ല. ഞാൻ എങ്ങനെയാ പറയാ? ഞാൻ പറഞ്ഞാൽ രാജി ചേച്ചി കേൾക്കുകയും ഇല്ല. ഉവ്വ്, ഡാഡി ഗ്രാൻഡ്പാ കുറുപ്പിന്റെ ഫ്രണ്ട് അല്ലേ? നീ ജിമ്മിനെ പോലെ ഗ്രാൻഡ്പാ കുറുപ്പെന്നാക്കിയോ? വരാന്തയുടെ മറ്റേ അറ്റത്ത് ഏതോ മാസിക മറിച്ചു നോക്കിക്കൊണ്ടിരുന്ന ജിം തലപൊക്കി നോക്കി ഒന്ന് ചിരിച്ചു. അല്ല, കുറുപ്പ് മുത്തച്ഛൻ. ഡാഡി കുറുപ്പ് മുത്തച്ഛനോട് പറഞ്ഞാൽ കുറുപ്പ് മുത്തച്ഛൻ രാജി ചേച്ചിയോട് പറയും. അപ്പോ രാജി ചേച്ചി ഹെൽപ്പ് ചെയ്യും. വെരി ക്ലവറേ. അതൊന്നും വേണ്ട, അതിനേക്കാൾ എളുപ്പ വഴിയുണ്ട്. നീ തന്നെ പറഞ്ഞാൽ മതി. ഞാനോ? പ്രിയ നിഷേധാത്മകമായി തലകുലുക്കി. എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് നാണാവും. ഡാഡിക്ക് നാണാവും. ഉണ്ണി കളിയായി പറഞ്ഞു. നിനക്കല്ലേ ആവശ്യം, അപ്പൊ നീ പറയണം. അവൾ മൂക്കച്ഛന്റെ മാറത്തെ ബനിയനിലുരുമ്മി. ഡാഡി പറഞ്ഞാലേ രാജി ചേച്ചി സമ്മതിക്കുള്ളൂ. ഞാൻ സ്മോൾ ഗേൾ അല്ലേ. ഷി വിൽ നോട്ട് ലിസൺ ടു മീ. വലിയ സ്റ്റാർ അല്ലേ, അപ്പൊ ഞാൻ പറഞ്ഞാലും കേൾക്കില്ല. പിന്നെന്താ ചെയ്യാ? പ്രിയ വാശി പിടിച്ചു. മുഖം കോട്ടി. ഡാഡി പറയണം, ഡാഡി പറയണം, ഡാഡി പറയണം. ഉണ്ണി ചിരിച്ചു. പെട്ടെന്നൊരു വഴി കിട്ടിയതുപോലെ അഭിനയിച്ചു. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം. അങ്കിൾ ജിമ്മിനോട് പറയാം. രാജി ചേച്ചി അങ്കിൾ ജിമ്മിന്റെ വലിയ ഫ്രണ്ടാണ്. അങ്കിൾ ജിം പറഞ്ഞാൽ രാജി ചേച്ചി തീർച്ചയായും കേൾക്കും. ഉവ്വോ? പ്രിയ പിന്നോക്കം തിരിഞ്ഞ് ജിമ്മിന്റെ നേരെ നോക്കി. അങ്കിൾ ജിം പറഞ്ഞാൽ കേൾക്കോ? ഷുവർ. സംശയത്തോടെ ഒരു നിമിഷം അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്ന ശേഷം അവൾ തുള്ളിച്ചാടി എഴുന്നേറ്റു. ഹുറേ, ദെൻ ഐ ആം സേവ്ഡ്. പ്രിയ ഒറ്റക്കാലിൽ ചാടി ജിമ്മിനെ സമീപിച്ചു. ഉണ്ണി പുഞ്ചിരി തൂക്കിക്കൊണ്ട് പത്രമെടുത്തു. പെണ്ണിന് എന്തൊരു പ്രസരിപ്പാണ്. കാട്ടിൽ കാണാറുള്ള
വലിയ മഞ്ഞ ചിത്രശലഭങ്ങളെയാണ് അവൾ ഓർമ്മിപ്പിക്കുന്നത്. പൊക്കം വെച്ച് തുടങ്ങി. കഴിഞ്ഞ കൊല്ലം വരെയും കുട്ടൂസായിരുന്നു. പെട്ടെന്നാണ് വളർച്ച. വലുതാവും തോറും അമ്മയുടെ ഛായയായി തീരുന്നുണ്ട്. നീണ്ട മുഖവും വീതിയുള്ള നെറ്റിയും അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ട്. തല ഒരു വശത്തേക്ക് ചെരിച്ചു പിടിച്ചുള്ള നോട്ടവും. അമ്മയുടെ സ്വഭാവം കൂടി കിട്ടാഞ്ഞാൽ മതിയായിരുന്നു. എന്നാൽ അതൊക്കെ പോട്ടെ. പത്രത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു. പക്ഷെ ഒന്നും വായിക്കാൻ പറ്റിയില്ല. അസ്വസ്ഥത തോന്നി. തോന്നാൻ പാടില്ല. പഴയ ചരിത്രമെല്ലാം മറന്നു കഴിഞ്ഞതാണ്. എന്നല്ല, ബീനയ്ക്ക് പൂർണ്ണമായും മാപ്പ് കൊടുക്കുകയും ചെയ്തിരുന്നു. മനസ്സാ മാപ്പ് കൊടുത്തു എന്ന് പറയുന്നത് ശരിയാവില്ല. മാപ്പ് കൊടുക്കാൻ താനാരാണ്? മാപ്പ് നൽകാനോ സ്വീകരിക്കാനോ ഒരു അർഹതയുമില്ല. അതെന്തോ അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിൽ കലുഷിത തോന്നാതെ ആയിട്ടുണ്ട്. പണ്ടത്തെ പോലെ അല്ല. പണ്ട് അവളെ കുത്തി നുറുക്കി കുഴിച്ചിടാനുള്ള അരിശമുണ്ടായിരുന്നു. പുകച്ചു കൊല്ലാനുള്ള പകയുണ്ടായിരുന്നു. ഇന്നതില്ല. ഉള്ളിൽ ചെറിയൊരു ചലനം പോലും അനുഭവപ്പെടാറില്ല. തികഞ്ഞ നിസ്സംഗതയാണ്. പിന്നെ ഇപ്പോൾ മാത്രം എത്രയായാലും മനുഷ്യനല്ലേ. മനസ്സിൽ അത്ര ആഴത്തിൽ പതിഞ്ഞ അനുഭവമല്ലേ. കഴിഞ്ഞതൊക്കെ ഓർക്കാതെയിരിക്കാം. പക്ഷെ ഓർമ്മ വരുമ്പോൾ അനുഭവങ്ങളെ മധുരമായാലും തിക്തമായാലും നിർവികാരതയോടെ കാണാനുള്ള ശക്തി നേടുക എളുപ്പമല്ല. എത്ര ഭഗീരഥ പ്രയത്നം. ഗുരു. കടലാസ് പിന്നെയും മടിയിൽ വെച്ചു. ജിം എഴുന്നേറ്റ് തന്നെ സമീപിക്കുകയാണ്. പ്രിയ അവളുടെ മുറിയിലേക്ക് പോയി കഴിഞ്ഞുവെന്ന് തോന്നുന്നു. ഇതൊന്ന് നോക്കൂ ഗുരു. ജിം കയ്യിലുള്ള മാസിക നീട്ടിക്കൊണ്ട് അടുത്ത കസേരയിലിരുന്നു. മിസ് രാജേശ്വരിയുടെ പടങ്ങൾ നിറയെ ഉണ്ട്. ഓഹോ. ഉണ്ണി മാസിക വാങ്ങി നോക്കി. തിരൈമലർ. കവറിൽ രാജിയുടെ ഫോട്ടോ. നന്നായിട്ടുണ്ട്. ഇപ്പോൾ മുഖത്തെപ്പോഴും കാണുന്ന വിഷാദ ഛായ പടത്തിൽ ഒട്ടുമേയില്ല. പ്രസന്നമായ മുഖത്തിന് പ്രത്യേകം ഒരു വശ്യതയുണ്ട്. അല്പനേരം നോക്കിയിരുന്ന ശേഷം മാസിക മടക്കി കൊടുക്കാൻ ഭാവിച്ചു. അകത്ത് വേറെയും പടങ്ങളും ലേഖനവും. ഗുരു അത് വായിച്ചെനിക്ക് പറഞ്ഞു തരാമോ? ഞാൻ ഈ വകയൊന്നും വായിക്കാറില്ല. പിന്നെ ഇത് തമിഴ് ഭാഷയാണ്. ബുദ്ധിമുട്ടിയാൽ തപ്പിപ്പിടിച്ച് വായിക്കാം എന്നേ ഉള്ളൂ. ജിമ്മിന് നിർബന്ധമാണെങ്കിൽ പിന്നീട് നോക്കി പറഞ്ഞു തരാം. അത് മതി. പിന്നെ മിസ് രാജേശ്വരി ഗ്രാൻഡ്ബാ കുറുപ്പിന്റെ ശരിയായ ദൗഹിത്രിയല്ലെന്ന് ഞാൻ ഇന്നാണ് അറിഞ്ഞത്. അശോക് പറഞ്ഞു. ശരിയാണോ? അതെ. രാജിയുടെ അമ്മ കുറുപ്പിന്റെ സ്വന്തം മകളല്ല. പിന്നെ അവരുടെ അച്ഛൻ ആരായിരുന്നു? അതൊരു നീണ്ട കഥയാണ്. കുഴ മറിഞ്ഞത്. എനിക്കറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എന്തിന്? ഒന്നുമല്ല, ചുമ്മാ. അശോക് പറഞ്ഞപ്പോൾ ഒരു താല്പര്യം തോന്നി. ജിം മുന്നോട്ട് ആഞ്ഞിരുന്നു. പറഞ്ഞു തരൂ. ഗ്രാൻഡ്പാ കുറുപ്പല്ല മിസ് രാജേശ്വരിയുടെ മുത്തച്ഛൻ എങ്കിൽ പിന്നെ ആരായിരുന്നു? ഗ്രാൻഡ്പാ കുറുപ്പിന്റെ ഒരു സ്നേഹിതനായിരുന്നു. ഉണ്ണി മാസിക മടിയിൽ വെച്ച് ഒന്ന് നിവർന്നിരുന്നു. ഒരു റബ്ബർ തോട്ടത്തിൽ ഗുമസ്തൻ, ഒരു മിസ്റ്റർ നായർ. കുറുപ്പ് മലയിൽ വന്ന കാലത്ത് നായരാണ് സഹായിച്ചതും ജോലി വാങ്ങിച്ചു കൊടുത്തതും. മിസ്റ്റർ നായർക്ക് ഭാര്യയും 2 കുട്ടികളും ഉണ്ടായിരുന്നു. മൂത്ത കുട്ടിയാണ് ശ്രീധരമേനോൻ. രണ്ടാമത്തെ മകൻ സുഹുമേനൻ. ജിം അറിയില്ല. ഊവോ, ഒരിക്കൽ കണ്ടിട്ടുണ്ട്. അക്കൗണ്ടന്റ് അല്ലേ? അതെ, ചാർട്ടേഡ് അക്കൗണ്ടന്റ്. മൂന്നാമത്തെ കുട്ടിയാണ് രാജിയുടെ അമ്മ. അവരെ അറിയൂലേ? ഓ യെസ്. അവരെ പ്രസവിക്കുന്നതിന് മുമ്പ് മിസ്റ്റർ നായർ മരിച്ചു. ആ സ്ത്രീക്കാണെങ്കിൽ ആരുമില്ല കുറുപ്പല്ലാതെ. അങ്ങനെ കുറുപ്പ് അവരെ വിവാഹം ചെയ്തു. അന്ന് കുറുപ്പും വെറുമൊരു ഗുമസ്തനായിരുന്നു. പിന്നെയാണ് ഈ പടമൊക്കെ ഉണ്ടാക്കിയത്. അതെ, അത് വേറൊരു കഥയാണ്. എന്നിട്ട് പിന്നെ മക്കളൊന്നും ഉണ്ടായില്ലേ? ഇല്ല, ആ വിവാഹം പരാജയപ്പെട്ടു. ആ സ്ത്രീ ക്രമേണ ജീവിതത്തിൽ നിന്ന് പിൻവലിഞ്ഞു. ഒരുതരം സന്യാസിയായി തീർന്നു. അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ ജിം കണ്ടിട്ടുണ്ടാവില്ല. എവിടെയാണ്? കോലാലംപൂരില്. ശ്രീധരമേനോന്റെ വീട്ടിൽ പോയിട്ടില്ലേ? ആ വീട്ടിൽ പിൻവശത്ത് ചെറിയൊരു മുറിയുണ്ട്. അവിടെയാണവർ. സദാ ധ്യാനവും പ്രാർത്ഥനയുമാണ്. പുറത്തിറങ്ങില്ല, വല്ല സ്വാമിമാരെയും ദർശിക്കാനല്ലാതെ. ഇത് ശരിക്കും രസകരമാണല്ലോ. തുടരൂ.
വിവാഹം പരാജയപ്പെട്ടാലും കുട്ടികളെ മിസ്റ്റർ കുറുപ്പിന് വലിയ കാര്യമായിരുന്നു. സ്വന്തം മക്കളായിട്ടാണ് നോക്കി വളർത്തിയത്. വേറെ കല്യാണം കഴിച്ചില്ല തൽക്കാലം. എന്നുവെച്ചാൽ പിന്നെ കഴിച്ചുവോ? ഉവ്. ആ സ്ത്രീക്ക് എന്തു പറ്റി? അത് വേറൊരു കഥ. ഇത് അറബിക്കഥ പോലെ കഥയ്ക്കുള്ളിൽ കഥയാണല്ലോ. എന്നിട്ട് അന്ന് കുറുപ്പ് പണക്കാരനായിട്ടില്ല. എങ്കിലും കഷ്ടപ്പെട്ട് അനിയനെയും മരുമക്കളെയും പഠിപ്പിച്ച് നേരെയാക്കി. എല്ലാവരെയും ഇന്ത്യയിൽ നിന്നും മലയിൽ വരുത്തി ജോലിയുമാക്കി കൊടുത്തു. നേരെ അനിയനാണ് ഡോക്ടർ കുറുപ്പ്. അതെനിക്കറിയാം. ഡോക്ടർ കുറുപ്പിന്റെ മൂത്ത മകളെ കല്യാണം കഴിച്ചിട്ടുള്ള കരുണനെ അറിയാമോ? ബുക്കിത്തീങ്കിലുള്ള ആളെ? ഇല്ല, അശോക് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതാണൊരു മരുമകൻ. ഇനി വേറെ ഒരു മരുമകനുണ്ട്. അത് വേറെ ഒരു കഥ. അദ്ദേഹം ഈ പണമൊക്കെ ഉണ്ടാക്കിയത് രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ തൊട്ടു മുൻപാണ്. കാരണക്കാരി ഒരു ചൈനീസ് സ്ത്രീയാണ്. ചൈനീസ് സ്ത്രീ? അതെ, ഏതോ ഒരു കോടീശ്വരന്റെ മൂന്നാമത്തെയോ നാലാമത്തെയോ ഭാര്യയായിരുന്നു. അവർക്ക് കുറുപ്പിനോടൊരടുപ്പം തോന്നി. കുറുപ്പ് ജോലി ഉപേക്ഷിച്ച് അവരുടെ കൂടെ ചേർന്ന് ബിസിനസ് തുടങ്ങി. വഴിയെ അവരെ ഭാര്യയായി സ്വീകരിച്ചു. അതോടെ തുടങ്ങിയ കയറ്റമാണ്. യുദ്ധം തുടങ്ങുന്ന കാലത്ത് കുറുപ്പ് നല്ല സ്വത്തുകാരനായി തീർന്നിരുന്നു. റാഗ്സ് ടു റിച്ചസ്. അതെ, ജപ്പാൻ മലയെ പിടിച്ചടക്കിയ കാലത്ത് ചീന സ്ത്രീ മരിച്ചു. ജപ്പാൻകാർ കൊന്നതാണെന്നും പറയുന്നുണ്ട്. സ്വത്തും കുറേയൊക്കെ നഷ്ടപ്പെട്ടു. പക്ഷേ യുദ്ധം കഴിഞ്ഞപ്പോൾ കുറുപ്പ് എല്ലാം വീണ്ടും തട്ടിക്കൂട്ടിയെടുത്തു. പിന്നെയും കയറ്റം തുടങ്ങി. ആ കാലത്താണ് മൂപ്പര് മൂന്നാമതൊരു കല്യാണം കഴിച്ചത്. മൂന്നാമത്തെ ഭാര്യ ആരായിരുന്നു എന്നറിയാമോ? ഡോക്ടർ കുറുപ്പിന്റെ ഭാര്യയില്ലേ, അശോകിന്റെ അമ്മ, അവരുടെ അനിയത്തി. ആഹാ. പക്ഷേ അത് അധികം നീണ്ടു നിന്നില്ല. ആ സ്ത്രീ ഒരു കാർ അപകടത്തിൽ മരിച്ചു. ഗോഡ്, ഗ്രാൻഡ്ബ കുറുപ്പ് തികച്ചും നിർഭാഗ്യവാൻ തന്നെയാണ് അല്ലേ? ഭാര്യ മരിച്ചത് മാത്രമല്ല നിർഭാഗ്യം, മരിക്കുമ്പോൾ അവൾ ഗർഭിണിയായിരുന്നു. കുറുപ്പിന് ഉണ്ടാകുമായിരുന്ന ഒരേ ഒരു സന്തതി അങ്ങനെ പിറക്കാതെ തന്നെ മരിച്ചു. ശരിക്കും ഒരു ദുരന്തം തന്നെ. അത് പറയുമ്പോൾ ജിമ്മിന്റെ മുഖത്ത് ആത്മാർത്ഥമായ സഹതാപം ഉണ്ടായിരുന്നു. ആ സഹതാപത്തിൽ പൂർണ്ണമായും പങ്കുചേരാൻ കഴിയുകയുമില്ല. കുറുപ്പിന്റെ മൂന്നാമത്തെ ഭാര്യ തനിയെ മരിച്ചതല്ലല്ലോ. എന്നിട്ടെന്താ? അതോടെ കുറുപ്പ് ബിസിനസ്സൊക്കെ വേണ്ടെന്ന് വെച്ച് ഇവിടെ വന്ന് താമസമാക്കി. ബിസിനസ് ശ്രീധരമേനോൻ ഏറ്റെടുത്തു. 10-20 കൊല്ലമായി അത് കഴിഞ്ഞിട്ട്. അന്നു മുതൽ രാജിയുടെ അമ്മയാണ് കുറുപ്പിനെ നോക്കി വരണത്. ഓഹോ, ജിം താടി തലോടി. അങ്ങനെയാണ് കഥ. ഇപ്പോ അല്പസ്വല്പം പിടികിട്ടി. എന്നാലും ഒരു സംശയം. അതെന്താ? രാജിയുടെ അമ്മയ്ക്ക് എന്ത് പറ്റി? അവരുടെ ഭർത്താവിന് ഗ്രാൻഡ്ബ കുറുപ്പിന്റെ ആരോ ആണെന്ന് അശോക് പറഞ്ഞു. അദ്ദേഹം മരിച്ചുവോ? അല്ലെങ്കിൽ പിന്നെ രാജിയുടെ അമ്മ എന്താ ഗ്രാൻഡ്ബ കുറുപ്പിന്റെ കൂടെ ജീവിക്കണത്? അതാണ് വേറൊരു കഥയെന്ന് പറഞ്ഞത്. രാജിയുടെ അച്ഛൻ കുറുപ്പിന്റെ മരുമകനായിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം മതം മാറി ഒരു മലായിക്കാരിയെ വിവാഹം ചെയ്തു. അത് മുമ്പേ ഉണ്ടായിരുന്ന ഒരു ബന്ധമായിരുന്നു. പിന്നെയും വേറൊരു ദുരന്തം. അതെ, അങ്ങനെ നോക്കുമ്പോൾ ദുരന്തമല്ലാതെ മറ്റെന്തുണ്ട് ജീവിതത്തിൽ? അതെ, അതാണ് സത്യം. അത് പറയുമ്പോൾ ജിമ്മിന്റെ മുഖം മ്ലാനമായിരുന്നു. എവിടേക്കെന്നില്ലാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മൂപ്പർ. പറഞ്ഞു കഴിഞ്ഞപ്പോൾ തനിക്കും അല്പം വിഷാദം അനുഭവപ്പെടുന്നത് പോലെ തോന്നി ഉണ്ണിക്ക്. ദുരന്തം അത് അവസാനിച്ചിട്ടില്ല, ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. വാസ്തവത്തിൽ തമ്മിലടിച്ച് തല പൊളിക്കുന്നതിന്റെ ലക്ഷണങ്ങൾ മുള പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കഷ്ടം. ഓ, എന്തെങ്കിലും ആകട്ടെ, താനെന്തിനു തലമുണ്ടാക്കുന്നു? ആട്ടെ, കഥ പറഞ്ഞു കഴിഞ്ഞുവല്ലോ. ഇനി ഞാൻ പേപ്പർ വായിക്കട്ടെ? ഉണ്ണി മാസിക ജിമ്മിന് തിരിച്ചു കൊടുത്തു. ഇപ്പോൾ കയ്യിൽ തന്നെ വെച്ചോളൂ, പിന്നീട് എപ്പോഴെങ്കിലും നോക്കാം. ജിം താല്പര്യമില്ലാത്ത മട്ടിൽ മാസിക ഏറ്റുവാങ്ങി മടിയിലിട്ട് വിദൂരതയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ഉണ്ണി ഇത്തിരി നേരം മൂപ്പരെ തന്നെ ശ്രദ്ധിച്ചിരുന്നു. പിന്നെ സാവധാനത്തിൽ വൃത്താന്ത പത്രമെടുത്ത് നിവർത്തി. മടുപ്പ് തോന്നി. വായിക്കുന്നതൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സ് അല്പം അസ്വസ്ഥമായിരുന്നു. കുറുപ്പിന്റെ കഥ ഓർത്തത് കൊണ്ടാവാം.
ജിം കസേരയിൽ ഒടിഞ്ഞു കിടക്കുകയാണ്. കാലെടുത്ത് സെൻട്രൽ ടേബിളിൻ്റെ മീതെ വെച്ചിട്ടുണ്ട്. ആലോചനയോ ഉറക്കമോ? ഉറക്കമാണ്. 5 മിനിറ്റ് വേണമെങ്കിൽ മയങ്ങാമായിരുന്നു. പക്ഷേ ശ്രീധരൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തെല്ലാം കുഴപ്പമാണ് ഉണ്ടാവുക എന്ന് അറിഞ്ഞുകൂടാ. സ്വത്ത് കുറച്ചൊന്നുമല്ലല്ലോ. സമ്പത്ത് നേടുന്നതിലാണ് എല്ലാവരും കൈവല്യം കാണുന്നത്. ജീവിക്കാൻ പണം ആവശ്യം തന്നെ. പക്ഷേ അതേ ദൈവമായാലോ? വേലുണ്ണിക്കുറുപ്പിന്റെ കഥ തന്നെ ആലോചിച്ചാൽ പോരെ? എന്തൊക്കെ നേടിയാലും എത്ര ശൂന്യമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. അല്ലെങ്കിൽ എന്താണ് അദ്ദേഹം നേടിയത്? കുറെ ധനമോ? അത് ഒരു നേട്ടമല്ലേ? ധനം നേടാൻ കഴിയാത്തവരല്ലേ ധനത്തെ പുച്ഛിക്കുന്നത്, ഒപ്പം രഹസ്യമായി കാക്ഷിക്കുന്നതും? പുളിക്കുന്ന മുന്തിരിങ്ങ, അതിലും വാസ്തവമില്ലായികയില്ല. ഇന്നത്തെ ലോകത്തിൽ ധനം ശക്തിയാണ്, ശക്തി സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ട് ധനം നേടുക, കൊന്നും ചത്തും പണം നേടുക, കൂടുതൽ കൂടുതൽ നേടുക. പണം മനസ്സമാധാനം നൽകുകയാണോ ചെയ്യുക, അതോ നശിപ്പിക്കുകയാണോ എന്നൊന്നും ആരും ആലോചിക്കാറില്ല. ധനം വിനയാണെന്ന് ചിന്തകന്മാർ വിളിച്ചു കൂവിയിട്ടുണ്ട്. ചരിത്രം തെളിയിച്ചിട്ടുണ്ട്, അനുഭവം പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എന്ത് കാര്യം? വാസ്തവം അംഗീകരിക്കുക മനുഷ്യ സ്വഭാവത്തിന് വിരുദ്ധമാണ്. ചിലർ അനുഭവം കൊണ്ട് പഠിക്കുന്നു, കുറുപ്പിനെ പോലെ. കുറുപ്പ് വാസ്തവത്തിൽ പഠിച്ചിട്ടുണ്ടോ? സംശയമാണ്. കാലം അദ്ദേഹത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്, തീർച്ച. ലക്ഷക്കണക്കിന് സ്വത്ത് ദാനം ചെയ്തിട്ടുണ്ട്. ഭക്തിയുടെയും വിരക്തിയുടെയും മാർഗത്തിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. അതൊക്കെ ശരി. പക്ഷേ അടിസ്ഥാനപരമായ പരിവർത്തനം വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇങ്ങനെ വാശി പിടിച്ച് നിൽക്കുമോ? അതും 1/4 നൂറ്റാണ്ട് മുൻപ് കഴിഞ്ഞ ഒരു സംഭവത്തിന്റെ പേരിൽ. എത്ര വീറോടെയാണ് പറഞ്ഞത്. അറിഞ്ഞിട്ട് ഒറ്റ കാശിന്റെ സ്വത്ത് സരസ്വതിക്കും അവളുടെ വംശത്തിനും കുടിക്കില്ല. സാധുക്കൾക്ക് ദാനം ചെയ്താൽ ആ പുണ്യമെങ്കിലും ഉണ്ടല്ലോ. ദുർബലമായ മുഷ്ടി ചുരുട്ടി കസേരയുടെ കയ്യിലിടിച്ചുകൊണ്ട് ഓരോ വാക്കും കടിച്ച് ചവച്ച് ഉച്ചരിക്കുമ്പോൾ കുറുപ്പിന്റെ ഒടിഞ്ഞു തൂങ്ങിയ ശരീരം ആകെ വിറച്ചിരുന്നു. കൂരച്ച നെഞ്ച് കടലിൽ അലകൾ പോലെ ഉയരുകയും താഴുകയും ചെയ്തിരുന്നു. അധികം ഉറച്ച് സംസാരിക്കണ്ട. താൻ അദ്ദേഹത്തിന്റെ കാൽമുട്ടിൽ സ്പർശിക്കുന്നു. നെഞ്ഞുമുട്ട് അധികമാവും. ഈ നെഞ്ഞുമുട്ടൊന്നും സാരമില്ല. എനിക്കിനി എന്താ വരാനുള്ളത്? ഒരു ചുക്കുമില്ല. എന്റെ കാലം കഴിഞ്ഞാൽ എന്റെ കുട്ടിയോള് ഭദ്രയും രാജിയും ശ്രീധരനും ഒക്കെ കഷ്ടപ്പെടാതെ കഴിയണം. അവർക്കുള്ളതാണ് സർവസ്വവും. സരസ്വതിക്ക് വേണ്ടി ഞാനൊന്നും സമ്പാദിച്ചിട്ടില്ല. എന്നാലും അങ്ങനെയല്ലല്ലോ. വേണ്ട ഉണ്ണി, വേറൊന്നും പറയണ്ട. ഞാൻ പറഞ്ഞതുപോലെ ഒരെണ്ണം തയ്യാറാക്കൂ. ഇതൊക്കെ ഞാൻ ഒരുത്തനായിട്ട് സമ്പാദിച്ചതാണ് അല്ലേ? അപ്പോ എന്റെ ഇഷ്ടം പോലെ എഴുതി വെക്കാനുള്ള അവകാശം എനിക്കില്ലേ? അതുണ്ട്. പക്ഷേ ഇനിയൊന്നും പറയണ്ട. എനിക്കറിയാം ഞാൻ ഉണ്ണിയെ ബുദ്ധിമുട്ടിക്കാണ്. പക്ഷേ എനിക്ക് വിശ്വാസമുള്ള ഒരാൾ വേണ്ടേ? ഉണ്ണിക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ കോലാലംപൂരിൽ നിന്ന് ആരെയെങ്കിലും വരുത്താം. പക്ഷെ അത് കൂടാതെ കഴിക്കണം എന്നുണ്ട്. പറഞ്ഞു തീരുമ്പോഴേക്കും കുറുപ്പ് പരവശനായി കണ്ണടച്ച് തലയിണയിൽ ചാരിയിരുന്നു. ധർമ്മസങ്കടം. ചുമതല ഏൽക്കാൻ വയ്യ, ഏൽക്കാതിരിക്കാനും പ്രയാസം. ഈ വക കാര്യങ്ങളോട് യാത്ര പറഞ്ഞു പോന്നിട്ട് കൊല്ലം 5-8 മറിച്ച ഏടുകൾ വീണ്ടും പിന്നോക്കം മറിച്ചുകൂടാ. ഛർദിച്ചത് ആരി ഉണ്ണുന്നത് പോലെ അസഖ്യം. എന്നാൽ മറുക്കാനും തോന്നുന്നില്ല. വേലുണ്ണിക്കുറുപ്പിന്റെ മുമ്പിൽ അറിയാതെ തന്നെ ദുർബലനായി പോകുന്നു. ആ മനുഷ്യന്റെ മുഖത്ത് നോക്കുമ്പോഴേക്ക് ഒരു ദുരന്ത നാടകത്തിന്റെ അന്തിമരംഗം കാണുന്നത് പോലെ തോന്നും. 10-20 കൊല്ലമായി അഭിനയിച്ചു പോരുന്ന രംഗമാണ്. അതിനിടെ നടൻ തളർന്നു ഒടിഞ്ഞു. എന്നിട്ടും അഭിനയം തുടരുന്നു. അധികം പേർക്കും ഈ സത്യം അറിഞ്ഞുകൂടെന്നുള്ളതാണ് വൈപരീത്യം. എല്ലാവരുടെയും കണ്ണിൽ വേലുണ്ണിക്കുറുപ്പ് പരമഭാഗ്യവാനാണ്. സമ്പത്ത്, സൽപ്പേര്, മാന്യത, ധർമ്മിഷ്ഠൻ എന്നുള്ള യശസ്, അടുത്ത കാലം വരെയും നല്ല ആരോഗ്യം. അതിൽ കൂടുതൽ എന്തു വേണം? സന്തതികളില്ലെന്നൊരു ദുഃഖം വേണമെങ്കിൽ പറയാം. പക്ഷേ ശ്രീധരനും സുഖവും സുഭദ്രയമ്മയും മക്കളില്ലെന്ന് ആരെങ്കിലും പറയുമോ? സുഭദ്രയമ്മ വിശേഷിച്ചും സ്വന്തം സുഖങ്ങളെല്ലാം ത്യജിച്ച് കുറുപ്പിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച സ്ത്രീ.
ഏത് മക്കളാണ് ഇക്കാലത്ത് ഇങ്ങനെ നോക്കുക? ഉപ്പോളം വരില്ല ഉപ്പിലിട്ട എന്ന പഴഞ്ചൊല്ല് പതിരാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് അവർ ജീവിക്കുന്നതെന്ന് തോന്നും. ഇങ്ങനെ ഓരോന്നും നോക്കുമ്പോൾ കുറുപ്പിന് എന്താ കുറവ്? പോരെങ്കിൽ ഇപ്പോൾ ചെയ്യുന്നത് അത്രയും പുണ്യകർമ്മങ്ങളാണ്. കർണനെ പോലെ ദാനം ചെയ്യുന്നു. സ്കൂളിന്, ആസ്പത്രിക്ക്, അനാഥ മന്ദിരത്തിന് വാരിക്കൊടുക്കാനുള്ള സമ്പത്തുണ്ടാവുക, കോരിക്കൊടുക്കാനുള്ള സന്മനസ്സും. അതിനേക്കാൾ ഭാഗ്യം വേറൊന്നുണ്ട്? തീർച്ചയായും കുറുപ്പ് ഭാഗ്യവാൻ തന്നെ, അതിഭാഗ്യവാൻ. ആരെങ്കിലും അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ഏറ്റവും ഉറക്കെ ചിരിക്കുക കുറുപ്പാണ്. ഉള്ളിലാണ് ചിരിക്കുക. അതുകൊണ്ട് അന്യർ കേൾക്കുന്നില്ല. എന്നാൽ താൻ അത് കേൾക്കുന്നു. കാരണം സത്യത്തിന്റെ കിടപ്പ് തനിക്കറിയാം. ഡോക്ടർ രാവുണ്ണിക്കുറുപ്പിനും എന്തോ ചില സംശയങ്ങൾ ഉണ്ടാവാം. പക്ഷേ ജ്യേഷ്ഠനോടുള്ള ഭക്തിയും ബഹുമാനവും മൂലം തീർച്ചയറിയാത്ത കാര്യം വിശ്വസിക്കില്ല. മറ്റാർക്കും ഒന്നും അറിഞ്ഞുകൂടാ. കുറുപ്പിന്റെ മൂന്നാമത്തെ ഭാര്യയുടെ മരണം അസാധാരണമാണെന്ന് ശങ്കിക്കാൻ ഒരു കാരണവുമില്ലല്ലോ. അപകടങ്ങൾക്ക് പ്രസിദ്ധമാണ് മന്ദിൻ ചുരം. ദൈവമേ, എത്ര ഭാരിച്ച കുരിശാണ് വേലുണ്ണിക്കുറുപ്പ് ചുമന്നുകൊണ്ട് നടക്കുന്നത്. കാറ് വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ഞെട്ടിയുണർന്ന് മുഖത്തു നിന്ന് കടലാസ് നീക്കി. ആലോചിച്ച് കിടന്ന് മയങ്ങിപ്പോയെന്ന് തോന്നുന്നു. നിവർന്നിരുന്നു, കണ്ണു തിരുമ്മി. എന്താ, ഉറക്കമായിരുന്നുവോ? കോണി കയറി വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ട ശ്രീധരമേനോൻ ചോദിച്ചു. ഞാൻ വിചാരിച്ചതിലും സ്വല്പം വൈകി. വരൂ, ഇരിക്കൂ. ഞാൻ പേപ്പർ വായിച്ചൊന്ന് മയങ്ങിയോ എന്ന് സംശയം. നേരിട്ട് KL നിന്നാണോ? അല്ല, വീട്ടിൽ കയറിയിട്ടാണ് വരുന്നത്. ശ്രീധരമേനോൻ ഇരുന്നു. ഭദ്ര ടെലിഫോൺ ചെയ്തിരുന്നു. ഇന്നലെ രാത്രി കൊച്ചച്ഛൻ ഇത്തിരി സുഖയില്ലായിക ഉണ്ടായിന്ന്. സാരായിട്ടൊന്നുമില്ല. ഇല്ല, പക്ഷേ അത് കേട്ടപ്പോ ഭാമിയും പുറപ്പെട്ടു, ഒപ്പം പിള്ളേരും, രാജിച്ചേച്ചിന്നും പറഞ്ഞ്. അപ്പൊ സകുടുംബമാണ്. ഞാനും ഭാമിയും വൈകുന്നേരത്ത് തന്നെ മടങ്ങും. പിള്ളേര് വീക്കെൻഡ് ഇവിടെ കൂടട്ടെ. രമണിയും പോന്നിട്ടുണ്ട്. സുഖു വരോ? വരാംന്നാണ് ഫോണില് പറഞ്ഞത്. അവന് ഏതോ നാടകത്തിന്റെ റിഹേഴ്സലുണ്ട്. ഇത്ര വയസ്സായിട്ടും അതൊന്നും കളയാറായിട്ടില്ല. വയസ്സും ഇതും തമ്മിൽ എന്താ ബന്ധം? ഓരോരുത്തർക്ക് ഓരോന്ന്. ശ്രീധരന് ഗോൾഫിലും കുതിരയിലുമാണ് ഭ്രാന്ത്. എനിക്കങ്ങനെ ഭ്രാന്തൊന്നുമില്ല. ഉണ്ണിയുടെ തെറ്റിദ്ധാരണയാണ്. രണ്ടും ബിസിനസ് കാര്യങ്ങൾക്ക് ആവശ്യമാണ്. ഗോൾഫ് ക്ലബിലാണ് ഇപ്പോൾ എല്ലാ ഹൈ ലെവൽ കോണ്ടാക്ട്സും. മന്ത്രിമാരായാലും ശരി, ഹൈ ഒഫീഷ്യൽസ് ആയാലും ശരി. സൗകര്യമായി കണ്ട് സംസാരിക്കണമെങ്കിൽ സെലാങ്കൂർ ഗോൾഫ് ക്ലബിൽ പോണം. പിന്നെ ഒരു എക്സസൈസുമാണല്ലോ. റേസ് കോഴ്സിൽ പോണതും എക്സർസൈസിനാവും അല്ലേ? ഉണ്ണി ചിരിച്ചു. ഇതൊക്കെ ഒരുതരം സെൽഫ് ജസ്റ്റിഫിക്കേഷൻ മാത്രമാണ്. അതുപോലെ സുഗുനും കാണും ന്യായം. ആ, അതെന്തെങ്കിലും ആവട്ടെ. ശ്രീധരൻ ചുറ്റുമൊന്ന് നോക്കി. ജിമ്മില്ലേ ഇവിടെ? ജിമ്മോ? ഉണ്ണി അടുത്ത കസേരയിലേക്ക് നോക്കി. ഇവിടെ കിടന്ന് ഉറങ്ങിയിരുന്നല്ലോ. എണീറ്റ് പോയിരിക്കും. ഞാൻ അത്രയൊക്കെ നേരം മയങ്ങിയോ? സമയം എന്തായി? ശ്രീധരൻ വാച്ചു നോക്കി. 3 ആവുന്നു. 3? അപ്പൊ ഞാൻ അരമണിക്കൂറെങ്കിലും മയങ്ങിയിരിക്കും. ഇങ്ങനെ പതിവില്ല. അതുകൊണ്ടെന്താ? ശ്രീധരൻ ചിരിച്ചു. അടിയന്തരമായി ജോലി ചെയ്തു തീർക്കാൻ ഒന്നുമില്ലല്ലോ. പിന്നെ അത് പോട്ടെ, പുതിയ ഡെവലപ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഡെവലപ്മെന്റ്സ് എന്ന് പറയാൻ ഒന്നുമില്ല. ഏതായാലും നമുക്ക് അകത്ത് പോയിരുന്ന് സംസാരിക്കാം. ഓക്കെ? ഓക്കെ. ഉണ്ണി എഴുന്നേറ്റ് സ്വന്തം മുറിയിലേക്ക് നടന്നു. ശ്രീധരനോട് പറയണോ? പറയേണ്ടത് ഒരു തരത്തിൽ ആവശ്യമാണ്. പറയാനൊട്ട് നിവൃത്തിയില്ലതാനും. ഇരുചെവി അറിയരുതെന്നാണ് കുറുപ്പിന്റെ നിർബന്ധം. അക്കാര്യത്തിൽ വീണ്ടും സംസാരിക്കാൻ തന്നെയാണ് ചെല്ലാൻ പറഞ്ഞ ആളയച്ചിരിക്കുന്നത്. ഒരൊസ്യത്ത് തയ്യാറാക്കി കൊടുക്കുക അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ഇപ്പുറത്ത് വേറെ ചില നീക്കങ്ങൾ ഉള്ളപ്പോൾ അതാലോചിക്കുമ്പോൾ ശ്രീധരനോട് പറയണമെന്ന് തന്നെ തോന്നുന്നു. പറഞ്ഞതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ശ്രീധരനാണല്ലോ 10-20 കൊല്ലമായി വേലുണ്ണിക്കുറുപ്പിന്റെ സ്വത്തുക്കളും ബിസിനസ് സാമ്രാജ്യവും ഭരിക്കുന്നത്. കുറുപ്പ് സ്വന്തം മൂത്ത മകനായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങേയറ്റത്ത് സ്നേഹവും വിശ്വാസവുമാണ്. ശ്രീധരൻ അത് അർഹിക്കുകയും ചെയ്യുന്നു. ഇത്രത്തോളം സത്യസന്ധതയും സൽസ്വഭാവവും ഉള്ളവരെ ഇക്കാലത്ത് കാണാൻ പ്രയാസമാണ്.
അതും ബിസിനസ്സുകാരുടെ ഇടയിൽ. ഗോൾഫിലും കുതിരയിലുമുള്ള കമ്പമാണ് ആകെയുള്ള ദൗർബല്യങ്ങൾ. ഹൈ സർക്കിൾസിൽ അതൊക്കെ കുറച്ച് ആവശ്യമാണ് താനും. കുതിരഭ്രാന്ത് പക്ഷെ ഇത്തിരി ജാസ്തിയല്ലേ എന്നൊരു സംശയം. എത്ര ആത്മനിയന്ത്രണമുണ്ടെങ്കിലും ചിലപ്പോൾ പിടിച്ചാൽ കിട്ടാതെ വരും. ഇരിക്കുന്നതിന് മുമ്പ് ജനാലയിലെ നീല കർട്ടൻ വലിച്ചു നീക്കി ഉണ്ണി. മുറിയിൽ തങ്ങി നിന്നിരുന്ന നേരിയ ഇരുട്ട് അപ്രത്യക്ഷപ്പെട്ടു. പെട്ടെന്ന് കടന്നു വന്ന കാറ്റത്ത് മേശപ്പുറത്തെ കടലാസുകളിൽ 1-2 പറന്നു. ശ്രീധരൻ തടഞ്ഞു പിടിച്ചു. നോട്ട്സുകളാണ്. ഉണ്ണി അവ ഏറ്റുവാങ്ങി. ഇത്തവണത്തെ വനയാത്രയുടെ മുഴുവനായിട്ടില്ല. ഇരിക്കൂ. ഉണ്ണി ഭാഗ്യവാനാണ്. ഇതിനൊക്കെ സാധിക്കുന്നുണ്ടല്ലോ. ശ്രീധരൻ ഇരുന്നു. ബാക്കിയുള്ളവർക്ക് അലക്കൊഴിഞ്ഞ് കാശിക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെയാണ്. ഒരു കാലത്ത് എനിക്കും അങ്ങനെ ആയിരുന്നല്ലോ. അലക്കൊഴിയണമെങ്കിൽ എപ്പോ വേണമെങ്കിലും ഒഴിയാം. പക്ഷേ ഒഴിയണമെന്ന് തോന്നാനാ പ്രയാസം. അതും ശരിയാണ്. സാവധാനത്തിൽ കസേര നീക്കിയിട്ട് ഇരുന്നു. ജനാലയിലൂടെ വന്നു വീഴുന്ന വെളിച്ചത്തിൽ ശ്രീധരന്റെ മുഖം അല്പം വിളർത്തിട്ടുണ്ടെന്ന് തോന്നി. കുറെ നാളായിട്ട് അല്ലെങ്കിലും പ്രസന്നഭാവമില്ലല്ലോ രാജി മടങ്ങി വന്നതിൽ പിന്നെ. ആ കുട്ടിക്ക് നേരിട്ട ദുരന്തം കുറുപ്പിന്റെ കുടുംബത്തെ ആകെ ഉലച്ചിരിക്കുന്നു. കാര്യങ്ങൾ കുഴപ്പത്തിലേക്കാണോ പോണത് എന്ന് എനിക്കൊരു സംശയം. അല്പം കഴിഞ്ഞ് ഉണ്ണി മൗനം ഭഞ്ജിച്ചു. ഭാസിയുടെ പിന്നിൽ ഇപ്പോൾ ശങ്കുണ്ണി നായരും കൂടിയിട്ടുണ്ട്. അതെനിക്കറിയാം. എല്ലാം ഒന്ന് സംസാരിച്ച് തീർക്കണതല്ലേ നല്ലത്, അലോഗ്യം കൂടാതെ കഴിക്കാൻ. സംസാരിക്കാൻ എന്താ ഉള്ളത്? പുലാവ് നൂറിയിലെ സ്ഥലം പാസിക്ക് കൊടുക്കുന്നതിൽ എനിക്കൊരു വിരോധവും ഇല്ല. വെറുതെ കിടക്കണതല്ലേ. പക്ഷേ ഹോട്ടലും കാസിനോവും തുടങ്ങാനാണെങ്കിൽ എനിക്ക് വലിയ സമ്മതമല്ല. നല്ല വലിയ ഇൻഡസ്ട്രീസും തുടങ്ങാനാണെങ്കിൽ ഓക്കെ. അല്ല, അവന് ഹോട്ടൽ കൊണ്ട് സമ്പാദിക്കാനാണ് മോഹം എന്നുണ്ടെങ്കിൽ വെൽ ആയിക്കോട്ടെ, ഞാൻ തടസ്സം നിൽക്കണില്ല. പിന്നെന്താ? പക്ഷേ രണ്ടായാലും കൊച്ചച്ഛനെ സമ്മതിപ്പിക്കേണ്ടേ? അതാണ് പ്രയാസം എന്ന് ശ്രീധരൻ പറയുന്നു. ഭാസിയുടെ വാദം അതല്ല. ശ്രീചേട്ടന് ആ സ്ഥലത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ് വല്യച്ഛൻ കൊടുക്കാത്തതെന്നാണ്. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. അവന് വല്യച്ഛനെയും ശ്രീചേട്ടനെയും ഇതേവരെ ശരിക്കും മനസ്സിലായിട്ടില്ല. കൊച്ചച്ഛനെ ഉണ്ണിക്ക് നല്ലോണം അറിയാലോ. പിന്നെ എന്റെ ഇൻട്രസ്റ്റിന്റെ കാര്യം, എനിക്ക് ആ വസ്തുവിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ എന്നേ അവിടെ എന്തെങ്കിലും ചെയ്തേനെ. അതവന് ആലോചിച്ചാൽ അറിഞ്ഞൂടെ? അതെന്തോ ഉണ്ണി മേശപ്പുറത്ത് വിരലുകൊണ്ട് താളം പിടിച്ചു. ഭാസി അങ്ങനെയാണ് കരുതുന്നത്. അതാണ് സങ്കടം കേട്ടോ ഉണ്ണി. ശ്രീധരൻ മുന്നോട്ടാഞ്ഞിരുന്നു. എനിക്കറിയാം ഭാസിക്ക് കുറെ കാലമായിട്ട് മോഹമുണ്ട്, സ്വന്തമായിട്ട് എന്തെങ്കിലും വേണമെന്ന്. അതിലവന് കുറ്റം പറഞ്ഞുകൂടാ. കുറെ കാലമായില്ലോ അവൻ എന്റെ കീഴിൽ വർക്ക് ചെയ്തു തുടങ്ങിയിട്ട്. അവനാണെങ്കിൽ സ്വല്പം സ്റ്റാറ്റസ് വേണം എന്നുള്ള കൂട്ടത്തിലാണ്. കഴിവ് കഷ്ടിയാണെങ്കിലും അവന് ഡയറക്ടർഷിപ്പ് കൊടുക്കണമെന്ന് ഞാൻ കുറെ കാലമായി കൊച്ചച്ഛനോട് സൂചിപ്പിക്കുന്നു. മൂപ്പര് സമ്മതിക്കണില്ല. അവൻ ധരിച്ചു വെച്ചിട്ടുള്ളത് ഞാനാണ് തടസ്സം എന്നാണ്. എന്താ ചെയ്യാ? ആ ധാരണ മാറ്റാൻ പ്രയാസമാണ്. അതെ, അതാണ് കുഴപ്പം. ഏതായാലും ഞാൻ ഒരു കൈയും കൂടി പരീക്ഷിക്കാമെന്ന് വിചാരിച്ചതാണ്. പാൻ പെനിൻസുല സിമന്റുകാരെ അറിയില്ലേ? അവരുമായി സംസാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. പുലാവ് നൂറിലെ ഒരു ഫാക്ടറി സ്ഥാപിക്കാൻ ജോയിന്റ് ആയിട്ട്. ക്ലിങ്കറിന് വേണ്ട ലൈം സ്റ്റോൺസ് ഇഷ്ടം പോലെയുണ്ട് പുലാവ് നൂറിലെ കുന്നുകളിൽ. 40-50 കൊല്ലത്തേക്കുണ്ടാവും എന്നാണ് എസ്റ്റിമേറ്റ്. നെഗോസിയേഷൻസ് ശരിപ്പെട്ടാൽ ഫാക്ടറിയുടെ ചുമതല ഭാസി ഏൽപ്പിച്ചു കൊടുക്കണം എന്നാണ് എൻ്റെ പ്ലാൻ. അതവനോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കുമാണ് ആരോ ഹോട്ടലിന്റെയും കാസിനോവിന്റെയും കാര്യം അവന്റെ തലയിൽ കയറ്റിയത്. ഉണ്ണി താല്പര്യത്തോടെ ശ്രദ്ധിക്കുക മാത്രം ചെയ്തു, ഒന്നും പറഞ്ഞില്ല. ഐഡിയ കൊച്ചച്ഛൻ കഷ്ടിച്ച് സമ്മതിച്ചതാണ്, ഭാസിയെ ഏൽപ്പിക്കുന്ന കാര്യം പോലും. അപ്പോഴേക്കും ഇതായി. പിന്നിൽ കുത്തിത്തിരിക്കാൻ ആളുണ്ട്. അതാണ് ശങ്കുണ്ണി നായരാണോ? കുട്ടമ്മാമൻ വെറും ചട്ടുകാണ്. പിന്നിൽ ശരിക്കുള്ളത് ഹോക്കാണ്. ഹോട്ടൽ കിങ് എന്ന് കേട്ടിട്ടില്ലേ? അയാള് ജലാൽ ലൗട്ടില് ഹോട്ടൽ പണിയണം. അതെ, അയാള് തന്നെ. ഇവിടെ പണിയണതിന് മുമ്പ് പുലാവ് നൂറിലൊരു കണ്ണുണ്ടായിരുന്നു. ഇൻഡയറക്റ്റ് ആയിട്ട് എന്നെ സമീപിച്ചതാണ്. ഞാനത് തള്ളിക്കളഞ്ഞു. അയാളുടെ അളിയനൊരാള് പാൻ പെനിൻസുലയിലെ ഡയറക്ടറാണ്. ആ പുള്ളി ഇടം കോലിയിട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ പണ്ടേ പകലേ അവരുമായിട്ടുള്ള നെഗോസിയേഷൻസ് കഴിഞ്ഞേനെ.
പാൻ പെനിൻസുലയുടെ ആദ്യത്തെ ചെയർമാൻ ജോസഫ് ലോ എൻ്റെ ക്ലയന്റ് ആയിരുന്നു. ഇപ്പൊ എവിടെയാണാവോ? ഇപ്പൊ വയസ്സായി കിടപ്പാണ്. മകനാണ് കാര്യം നോക്കണത്. അച്ഛനെ പോലെ ജെന്റിൽമാനൊന്നുമല്ല. എങ്ങനെയും പണം ഉണ്ടാക്കണം എന്നുള്ള പുതിയ ബ്രീഡാണ്. ഇപ്പോൾ കുറെ ഭൂമിപുത്രന്മാരെയും വിലയ്ക്ക് വാങ്ങിയിട്ടുണ്ട്. അവരില്ലാതെ ഒന്നും നടക്കില്ലല്ലോ. മെയ് 13 അങ്ങനെയൊരു ഗുണം ഉണ്ടാക്കി വെച്ചു. അതെന്തോ ആവട്ടെ, നമ്മുടെ കാര്യം ആലോചിക്കാം. അതെ, പുലാവ് നൂറി ഭാസിക്ക് കൊടുത്താൽ പിറ്റേ ദിവസം അത് ഹോക്കിന്റെ കയ്യിലാവും. അക്കാര്യം തീർച്ച. കുറച്ചു ദിവസം ഭാസി എഴുന്നള്ളിച്ചു കൊണ്ടു നടക്കും. പിന്നെ കരിവേപ്പില പോലെ വലിച്ചെറിയും. അത് ഭാസിക്ക് അറിയില്ല. എന്തിനാ അങ്ങനെ വിചാരിക്കണത്? ഒരുപക്ഷെ ഭാസി ശരിക്ക് കൊണ്ട് നടന്നാലോ? ഉണ്ണിക്ക് ഈ വക കാര്യങ്ങളൊന്നും അറിയില്ല. ഒഴിഞ്ഞു മാറി ജീവിക്കണ ആളല്ലേ. പണ്ടത്തെ പോലൊന്നുമല്ല ഇപ്പോൾ. ഹോട്ടലിനും കാസിനോവിനും മറ്റ് ലൈസൻസ് കിട്ടണത് അത്ര എളുപ്പമല്ല. കിട്ടണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പ്രമാണിയായ മലായിക്കാരൻ പേരിനെങ്കിലും മുൻപിൽ ഉണ്ടാവണം. അതിന് ഭാസി കണ്ടെത്തിയിരിക്കുന്നത് ആരെയാണെന്നോ? ദാത്തോ ഉത്മാൻ MP. അതെ, മൂപ്പര് തന്നെ. ഹോക്കിന്റെ പോക്കറ്റിലാണ് അയാൾ ജീവിക്കുന്നതെന്ന് ഭാസിക്ക് അറിയില്ല. ചീനന്റെ പണം കൊണ്ടാണ് MP ആയത്. പെറ്റാലിഞ്ചയിലുള്ള കൂറ്റൻ വീട് ചീനൻ പണിയിച്ചു കൊടുത്തതാണ്. ഹോക്കിന്റെ എല്ലാ കമ്പനികളിലും ഡമ്മി ഡയറക്ടറാണ്. വെറുതെ ഒന്നും അല്ല ചീനൻ പണം മുടക്കിയിട്ടുള്ളത്. കാര്യം കാണാനാണ്. അമ്നോവില് റൈസിംഗ് സ്റ്റാർ ആണ് ദാത്തോ എന്ന് ചീനന് നല്ലതുപോലെ അറിയാം. ഐസി, ദാത്തോ ഇതിലുണ്ടോ? ഇല്ലാതെ. അയാളുടെ കോൺസ്റ്റിറ്റ്യുവൻസി അല്ലേ ഇത്. ഇപ്പൊ പോരെങ്കിൽ വേറൊരു എളുപ്പവും ഉണ്ട്. ഗംഗേട്ടനാണല്ലോ ഡിയോ. കൊച്ചച്ഛന് ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ ഗംഗേട്ടന് മൂച്ചു കൂടും. അത് തെറ്റിദ്ധാരണയാണ്. ഉണ്ണി ഇടയ്ക്ക് കയറി പറഞ്ഞു. നിങ്ങളൊക്കെ വിചാരിക്കുന്നത് പോലെ അല്ല ഇഞ്ചയ് ഗാഫർ. അറിഞ്ഞുകൊണ്ട് അമ്മാവനെതിരായിട്ട് ഒന്നും ചെയ്യില്ല. അദ്ദേഹത്തിന് അമ്മാവനോട് ഭക്തിക്കും ബഹുമാനത്തിനും ഒരു കുറവുമില്ല ഇപ്പോഴും. കഴിഞ്ഞതൊക്കെ ആലോചിച്ചു വലിയ മനസ്താപമുണ്ട് താനും. കുറച്ചു നേരം മിണ്ടാതിരുന്ന ശേഷമാണ് ശ്രീധരൻ സംഭാഷണം തുടർന്നത്. അതെന്തോ ആവട്ടെ, പ്രോബ്ലം ഇപ്പോ ഭാസിയാണല്ലോ. അവന് തൃപ്തിപ്പെടുത്തണം. അതേസമയം വസ്തു ചീനന്റെ കയ്യിൽ പോയി ഭാസി തിണ്ടാടാൻ ഇടവരരുത്. അതിനെന്താ വഴി എന്നാണ് ആലോചിക്കേണ്ടത്. ഭാസിയോട് നേരിട്ടൊന്ന് സംസാരിച്ചാൽ എന്താ ശ്രീധരന്? ഗുണദോഷങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. സിമന്റ് ഫാക്ടറിയും അത്ര മോശമുള്ളതല്ലല്ലോ. യാതൊരു ഫലവും ഉണ്ടാവില്ല. സിമന്റ് ഫാക്ടറി പോലെ അല്ല. അധ്വാനിക്കാതെ തന്നെ ധാരാളം പണം വാരിക്കോരാം ഹോട്ടലായാലേ എന്നാണ് അവനെ ധരിപ്പിച്ചിട്ടുള്ളത്. ശ്രീധരൻ നെടുവീർപ്പിട്ട് താടിക്ക് കൈകൊടുത്ത് ആലോചനാമഗ്നായിരുന്നു. ഏതാനും നിമിഷം കഴിഞ്ഞ് ഉണ്ണി പറഞ്ഞു, കരുണൻ ഒരു പക്ഷേ വരും. വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കരുണനെ കൊണ്ടൊന്ന് പറയിച്ചാലോ? കരുണൻ പറഞ്ഞാൽ ഭാസി കേൾക്കും. അവര് വലിയ അടുപ്പാണല്ലോ. സാധാരണ നിലയിൽ കരുണൻ പറഞ്ഞാൽ ഭാസി തട്ടാറില്ല. പക്ഷേ ശ്രീധരൻ വിശ്വാസമില്ലാത്ത മട്ടിൽ തുടർന്നു. ഈ കാര്യത്തില് കണ്ടു തന്നെ അറിയണം. പിന്നെ കരുണൻ നമ്മൾ പറയണത് പോലെ ഉപദേശിക്കോ എന്നും സംശയമാണ്. എത്രയായാലും കരുണൻ ഭാസിയുടെ ഭാഗത്തെ നിൽക്കൂ. ഭാസിയോടും കുഞ്ഞച്ചനോടുമുള്ള കൂറു മാത്രമല്ല, കൊച്ചച്ഛനോടുള്ള പകയുണ്ടല്ലോ. അത് ഞാൻ ആലോചിക്കുകയല്ല. ഉണ്ണി തലമുടിയിൽ വെല്ലോടിച്ചു. എങ്കിലും കരുണൻ കാര്യം പറഞ്ഞാൽ മനസ്സിലാവുന്ന കൂട്ടത്തിലാണ്. വല്യമ്മാമനോട് എത്ര വിരോധമുണ്ടെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും അത് കാണിക്കില്ല എന്നാണ് തോന്നണത്. എപ്പോഴാ വരണത്? ആഫ്റ്റർനൂണിലാണെന്നേ പറഞ്ഞുള്ളൂ. ശരി, ഒന്ന് സംസാരിച്ചു നോ, എന്നിട്ട് വിവരം പറയൂ. ഞാൻ വൈകുന്നേരം ലേറ്റ് ആയിട്ടേ പോവുള്ളൂ. ഇതിലേ വരാം. ഞാൻ അവിടെ വരുന്നുണ്ടാവും. കരുണൻ വന്നു പോയാൽ ഉടനെ തന്നെ വരാം. ശ്രീധരൻ അവിടെ ഉണ്ടാവൂലോ? പെട്ടെന്ന് ഓർത്ത പോലെ ശ്രീധരൻ ചോദിച്ചു, രാജി ഇവിടെ വന്നിരുന്നു ഇന്ന് അല്ലേ? വന്നിരുന്നു. അരമണിക്കൂർ ഇരുന്നിട്ട് പോയി. മദ്രാസിൽ നിന്ന് വന്നിട്ട് ആദ്യമായിട്ടാണ് പെണ്ണ് പുറത്തിറങ്ങണത്. ദാറ്റ്സ് എ ഗുഡ് സൈൻ. ഒക്കെ ശരിപ്പെടുന്നേ. എങ്ങനെയുണ്ടായിരുന്നു അവള്? മുഖത്ത് കുറച്ചെങ്കിലും തെളിച്ചം വെച്ചിട്ടുണ്ടോ? വന്നപ്പോഴത്തേക്കാൾ ഫാർ ബെറ്റർ. ഇന്ന് ഷീ ലുക്ക്ഡ് ഓൾ റൈറ്റ്. അഭിനയിക്കുകയായിരിക്കും ചിലപ്പോ. ഇപ്പൊ വലിയ കരച്ചിലൊന്നും ഇല്ല എന്നാണ് ഭദ്രയും പറയണത്. അമ്മയും മുത്തശ്ശനെയും വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ച് നടിക്കുകയായിരിക്കും. അവളുടെ ഉള്ളിൽ നന്നേ നൊന്നിട്ടുണ്ട്.
അതൊന്നും സാരമില്ല, ഉണ്ണി നിസ്സാര ഭാവത്തിൽ പറഞ്ഞു. ചെറുപ്പല്ലേ, വല്ലാതെ ഉള്ളിൽ കൊണ്ടിരിക്കും. പക്ഷേ കുറച്ചു കഴിയുമ്പോൾ ഒക്കെ മറക്കും. കാലത്തിന് അങ്ങനെയൊരു കഴിവുണ്ട്. മറന്നാൽ ഭാഗ്യമായിരുന്നു. ശ്രീധരൻ നെടുവീർപ്പിട്ടു. എനിക്ക് ഉള്ളിൽ എപ്പോഴും തീയാണ്. ആസ്പത്രിയിൽ ചെന്ന് കണ്ട കാഴ്ച ഞാൻ വിവരിച്ചുല്ലോ. ചിലപ്പോൾ രാത്രി ഞെട്ടി ഉണരുമ്പോൾ അത് ഓർമ്മ വരും. അതൊരു ദുസ്വപ്നമാണെന്ന് കണക്കാക്കിയാൽ മതി. അതിനേക്കാൾ വിഷമമാണ് ഭദ്രയുടെ കാര്യം വിചാരിക്കുമ്പോൾ. പാപം എത്രയാ സഹിക്കുക. അവളുടെ തലയിലെഴുത്തോ അങ്ങനെയായി. മകൾക്ക് ഇങ്ങനെയും വരണോ? അല്ലെങ്കിൽ തലയിലെഴുത്ത് തലോടിയാൽ പോവോ? അല്ലേ? അങ്ങനെ വിഷമിക്കാനൊന്നുമില്ല. ഈ പ്രായത്തില് ഇങ്ങനെ ചില അബദ്ധം എല്ലാവർക്കും പറ്റും. അത്ര ഖേദിക്കാനൊന്നുമില്ല. തിരുത്താൻ വയ്യാത്ത തെറ്റൊന്നുമല്ലല്ലോ. കുറച്ചു നേരം മൗനം പൂണ്ടിരുന്ന ശേഷം ശ്രീധരൻ തൊണ്ടയടപ്പോടെ പറഞ്ഞു, ആവോ, അതാണ് എനിക്കുള്ള പേടി. തിരുത്താൻ വയ്യാത്ത തെറ്റ് ചെയ്തിട്ടുണ്ടോന്ന്. നോ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ തറവാട്ട് സുഹൃതം. പക്ഷേ മദിരാശിയിൽ ഞാൻ പലതും കേട്ടു. അവള് ആ വഷളന്റെ കൂടെ ഊട്ടിയിലും കൊടൈക്കനാലും ഒറ്റയ്ക്ക് പോയി താമസിക്കാറുണ്ടത്രേ. പേപ്പറുകളിലും എന്തൊക്കെയോ വന്നിരുന്നു. ഞാനിവിടെ ആരോടും അതൊന്നും പറഞ്ഞിട്ടില്ല. പറയാൻ കൊള്ളാവുന്നതുമല്ലല്ലോ. ശ്വാസം മുട്ടുകൊണ്ട് കൂടുതൽ പറയാനാവാതെ മുഖം കുനിച്ചിരുന്നു ശ്രീധരമേനോൻ. ഉണ്ണി അദ്ദേഹത്തെ സഹാനുഭൂതിയോടെ നോക്കി. മരുമകളെ ചൊല്ലി ശ്രീധരന്റെ മനസ്സിൽ കഴിയുന്ന വിഷമം ഊഹിക്കാവുന്നതിലധികമാണ്. രാജി ശ്രീധരന് കേവലം മരുമകളല്ല, സ്വന്തം മകളാണ്. മകളേക്കാൾ കൂടുതൽ കാര്യമാണ്. വത്സലയ്ക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഇത്ര ദുഃഖിക്കുമോ എന്ന് സംശയമാണ്. അതൊന്നും വിശ്വസിക്കേണ്ട ശ്രീധര. എഴുന്നേറ്റ് ചെന്ന് സ്നേഹിതന്റെ തോളത്ത് കൈവച്ചു. സിനിമാ താരങ്ങളെ കുറിച്ച് ആൾക്കാർ പല അപവാദങ്ങളും പറഞ്ഞുണ്ടാക്കും. അത് ശ്രദ്ധിക്കാതിരിക്കുകയാണ് നല്ലത്. അപവാദം മാത്രമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഓരോ അക്ഷരത്തിലും സഹിക്കാനാവാത്ത നെഞ്ഞുനീറ്റം സ്ഫുരിച്ചിരുന്നു. പക്ഷേ വെറും അപവാദമാണെന്ന് തോന്നുന്നില്ല. എനിക്ക് ആലോചിക്കാനും കൂടി വയ്യ. എൻ്റെ മരുമകള്, ഭദ്രയുടെ മോള്, കർമ്മഫലം, അല്ലാതെ എന്ത് പറയാനാ? വെറുതെ അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. ഉണ്ണി തപ്പിത്തടഞ്ഞുകൊണ്ട് തുടർന്നു. എല്ലാം ശരിയാവും, ഡോൺ വറി. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞില്ലേ, സാരാക്കാനില്ല. ഭദ്രയ്ക്കെങ്ങാനും ഒരു സംശയം തോന്നിയാൽ പിന്നെ അവള് ജീവിച്ചിരിക്കില്ല. പറഞ്ഞത് കേൾക്കാത്ത മട്ടിൽ തുടർന്നു ശ്രീധരൻ. അല്ലെങ്കിൽ ആർക്കാ സഹിക്കാനാവുക? ഇനി ഇതെല്ലാം നാട്ടിലെ പാട്ടാവേയും കൂടിയേ വേണ്ടൂ. ശ്രീധര. കൃഷ്ണനുണ്ണി ശ്രീധരമേനന്റെ രണ്ട് തോളും പിടിച്ചു കുലുക്കി. സ്റ്റോപ്പ്. ശ്രീധരനെ പോലെ തൻ്റെ ഇടമുള്ള ഒരാള് ഇങ്ങനെയായാലോ? ഇതിനേക്കാളൊക്കെ വലുത് സഹിക്കാനുള്ള ത്രാണി മനുഷ്യരായാൽ വേണ്ടേ? ഐ എം സോറി. മുഖമുയർത്തിയപ്പോൾ ശ്രീധരന്റെ കണ്ണുകൾ ഈറനായിരുന്നു. ഞാൻ ഇത്രയും ദിവസം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നടക്കായിരുന്നു. ഭാമയോടും കൂടി ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ബട്ട് ഐ ഹാഡ് ടു സെൽ സംബഡി. ഐ അണ്ടർസ്റ്റാൻഡ്. ഉണ്ണി നെടുവീർപ്പിട്ടു. എനിക്ക് നല്ലോണം മനസ്സിലാവുന്നുണ്ട്. പക്ഷേ കുറേയൊക്കെ സഹിക്കാൻ കഴിയണം. ഇതൊന്നും തലപോണ കാര്യമല്ലല്ലോ. ഇത്രയല്ലേ പറ്റുള്ളൂ എന്ന് സമാധാനിക്കുക വേണ്ടത്. യെസ്, അതെനിക്കറിയാം. ശ്രീധരൻ തലയാട്ടി. പക്ഷെ സഹിക്കാൻ സാധിക്കണ്ടേ? ഞാൻ അന്നേ പറഞ്ഞതാണ് മദ്രാശിക്കൊന്നും അയക്കണ്ടെന്ന്. സുഗൂനായിരുന്നു നിർബന്ധം. പെണ്ണിനാണെങ്കിൽ കലശലായ മോഹം. പ്രസ് ചെയ്തപ്പോൾ ഞാനൊന്ന് മൂളി. അതാ വിട്ടിത്തായത്. കുറ്റം വാസ്തവത്തിൽ എൻ്റെയാണ്, ആരുടെയും കുറ്റമല്ല. ഇങ്ങനെയൊക്കെ വരുമെന്ന് മുൻകൂട്ടി കാണാൻ ദിവ്യദൃഷ്ടിയുണ്ടോ? അല്ല, ഇനി ഇവിടെയായിരുന്നു എന്നുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ എന്തെങ്കിലും വരില്ല എന്ന് ആര് കണ്ടു? ഇവിടെ ആയിരുന്നെങ്കിൽ എൻ്റെ മേൽനോട്ടം ഉണ്ടാവൂലോ. അത് വെറും തെറ്റിദ്ധാരണയാണ്. എന്ത് മേൽനേട്ടമുണ്ടെങ്കിലും സംഭവിക്കേണ്ടത് സംഭവിക്കും. അതൊന്നും സംഭവിക്കില്ല, എനിക്ക് ഉറപ്പാണ്. അതെന്തോ വന്നതേതായാലും വന്നു. ഫോർഗെറ്റ് ഇറ്റ്. ഇനി എന്താ വേണ്ടതെന്നാണല്ലോ ആലോചിക്കേണ്ടത്. അതെ, അതാണ് ആലോചിക്കേണ്ടത്. ശ്രീധരമേനോൻ കർച്ചീഫ് എടുത്ത് കണ്ണു തുടച്ചു. പക്ഷേ അത് ആലോചിക്കുമ്പോഴാണ് കൂടുതൽ പ്രയാസം. തൽക്കാലം കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അത്യാവശ്യമാണ്, പക്ഷേ
അധിക ദിവസം ഇങ്ങനെ വെറുതെ ഇരിക്കാൻ വിട്ടാലും അപകടമാണ്. കുട്ടി അത് തന്നെ ആലോചിച്ച് ദുഃഖിച്ചുകൊണ്ടിരിക്കും. ഡിപ്രഷൻ കൂടുതലാവും. അതെനിക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാനാണ്? അവൾക്ക് ആകെ താല്പര്യം ഉണ്ടായിരുന്നത് ഡാൻസിലാണ്. ഇനി ചെലങ്ക തൊടില്ല എന്നാണ് ഇപ്പോഴത്തെ ശബ്ദം. വേറെന്താ? പിന്നെ കോലാലംപൂർക്ക് കൊണ്ടുപോയി നാടകത്തിലൊക്കെ പങ്കെടുപ്പിക്കാമെന്ന് സുഖൂനൊരു പ്ലാനുണ്ട്. അതോ അവള് സമ്മതിക്കില്ല. എന്ന് മാത്രമല്ല, കുറേ നാളത്തേക്കെങ്കിലും ഭദ്രയുടെ അടുത്ത് നിന്ന് മാറ്റരുതെന്നാണ് എൻ്റെ ഒപ്പീനിയൻ. അത് ശരിയാണ്. ഏതായാലും കൊച്ചച്ഛൻ്റെ സപ്തതി അടുത്തൂലോ. ആ തിരക്കുണ്ടാവും കുറേ നാളത്തേക്ക്. അത് കഴിയുമ്പോഴേക്കും അവൾ കുറേയൊക്കെ നോർമലായിട്ടുണ്ടാവും. അപ്പോഴേക്ക് എന്തെങ്കിലും ആലോചിക്കാം. കുറച്ച് ദിവസം ഏതായാലും കഴിയട്ടെ. പരിഭ്രമിക്കൊന്നും വേണ്ട, എല്ലാം ശരിയാവും എന്ന് സമാധാനിച്ചാണ് ഇരിക്കുന്നത്. ശ്രീധരമേനോൻ നെടുവേർപ്പെട്ടു. എല്ലാം വിധി പോലെ വരും. ശരി, എന്നാൽ ഇനി ഞാൻ ഇരിക്കണില്ല, ഇറങ്ങട്ടെ. എന്താ തിടുക്കം? ചായ കുടിച്ചിട്ട് പോവാം. വേണ്ട, 4 ആയിട്ടില്ലല്ലോ. വീട്ടിലെത്തുംന്നാ പറഞ്ഞിരിക്കണത്. കൊച്ചച്ഛൻ ചിലപ്പോ കാത്തിരുന്നു വരും. എന്നാൽ ശരി. മുറിയിൽ നിന്ന് പുറത്തേക്ക് കടക്കുമ്പോൾ ശ്രീധരൻ ചോദിച്ചു, ഉണ്ണി എപ്പോഴേ അങ്ങോട്ട് വരിക? കരുണൻ വന്നുപോയാൽ ഉടനെ വരാം. എങ്ങനെയായാലും വരും, അത് തീർച്ച. ഓക്കെ, ഉണ്ണി വന്നിട്ടേ ഞാൻ കേരളിലേക്ക് പുറപ്പെടൂ. ശരി. ശ്രീധരൻ കോണി ഇറങ്ങി. ഉണ്ണി താഴെ ഇറങ്ങിയില്ല. വാതിൽക്കൽ നിന്ന് യാത്ര പറഞ്ഞതേയുള്ളൂ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം തീരുകയാണ്. 2ാം ഭാഗവുമായി വേഗമെത്താം. താങ്ക് യു.